പക്ഷേ ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത്? ബോയിങ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ അതോ എന്തെങ്കിലും പൈലറ്റിൻ്റെ എറർ കൊണ്ടാണോ എന്നത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടേണ്ട സംഗതിയും പുറത്തു വരേണ്ട വിവരവുമാണ്. ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അതിന് എന്തെങ്കിലും പ്രാഥമികമായ വിവരങ്ങളോ അല്ലെങ്കിൽ അന്വേഷണ വിശദാംശങ്ങളോ ഒന്നും പുറത്ത് വന്നിട്ടില്ല. പക്ഷേ സീരിയസ് ആയിട്ടുള്ള എന്തോ സംഗതികൾ ഉണ്ടായിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം. കാരണം ഈ വിമാനത്തിൻ്റെ അപകടം കാണുമ്പോൾ അതിനെക്കുറിച്ച് ആൾക്കാർ പറയുന്നത് നമ്മൾ കാണുന്നതായിട്ട് കാഴ്ച. ഏതാണ്ട് 3 കിലോമീറ്ററോളം റൺവേ ഉള്ള ഒരു വിമാനം. സാധാരണ നിലയ്ക്ക് ബോയിങ് അതിൻ്റെ പാതിയിൽ കുറച്ചുകൂടി മാത്രമേ റൺ ചെയ്യാൻ ഉപയോഗിക്കാറുള്ളൂ. അതിനുശേഷം അത് പറന്നു വരികയാണ് ചെയ്യുക. അത് മുഴുവൻ റൺവേ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാത്തൊരു വിമാനമാണ് ആ വിമാനം. അതെന്ന് വെച്ചാൽ താരതമ്യേന പുതിയ മോഡലുകളിലൊന്നും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന വിമാനവുമാണ്. പക്ഷേ ഈ വിമാനം അതിൻ്റെ പരമാവധി റൺവേ ഉപയോഗിച്ചു എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ അത് പറന്നു വരാൻ കൂടുതൽ സമയമെടുത്തു. അതിന് മുകളിലേക്ക് ഉയരാൻ പ്രയാസം അനുഭവപ്പെട്ടു. നമുക്കതിനെ സിമ്പിളായി പറയാൻ പറ്റുന്ന അങ്ങനെയാണ്. മുകളിലേക്ക് കുതിക്കുകയാണല്ലോ ചെയ്യുക, ഫ്രണ്ട് ഉയർന്നിട്ട്. അങ്ങനെ ഉയരാനുള്ള പ്രയാസം അതിന് അനുഭവപ്പെടുന്നു. 650 അടി ഉയരെ മാത്രം ഉയരുന്നു. അത് താഴേക്ക് വീഴുന്നു. മിനിറ്റിൽ 452 അടി വേഗതയിൽ താഴേക്ക് വീഴുന്നു. വീഴുമ്പോൾ തന്നെ ബ്ലാസ്റ്റ് ചെയ്യുന്നു. ബ്ലാസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 9 മണിക്കൂറോളം ഫ്ലൈ ചെയ്യാനുള്ള ഇന്ധനം, 10,000 കിലോ ഇന്ധനം എന്ന് പറയാം, അത്ര ഇന്ധനം അതിനകത്തുണ്ട്. അത് മുഴുവൻ ബ്ലാസ്റ്റ് ചെയ്യുന്നു. ഒരാളൊഴികെ ബാക്കി മുഴുവൻ, അയാൾ തെറിച്ച് പുറത്തേക്ക് വീണതുകൊണ്ടാണ്. അതിനകത്ത് ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും, ഒന്നാമത് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ബെൽറ്റിലായിരിക്കും. അപ്പോൾ ഉയർന്ന ഉടനെ ബെൽറ്റ് അടിച്ച ആളായതുകൊണ്ടായിരിക്കും അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. ബാക്കിയുള്ളതെല്ലാം ബെൽറ്റിനകത്താവും. കാരണം വളരെ പെട്ടെന്നല്ല, 1 മിനിറ്റ് മാത്രമാണ് ഫ്ലൈ ചെയ്തിട്ടുള്ളത്. തകർന്ന് തരിപ്പണമായിപ്പോയി. അപ്പോൾ അതിനെക്കുറിച്ച് പലതരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത് 650 അടി വരുമ്പോൾ സാധാരണ ഇപ്പം ഇന്നലെ ഞാൻ രാത്രി നമ്മുടെ ഷോയിൽ ഒരു പൈലറ്റിനോട് സംസാരിക്കും. അദ്ദേഹം പറയുകയാണ് 500 അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ലാൻഡിങ് ഗിയർ അവർ തിരിച്ചെടുക്കും. എന്ന് വെച്ചാൽ ഈ ടയർ പുറത്തേക്ക് വരുമല്ലോ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പായി. അപ്പോൾ വിമാനം ഉയർന്നു കഴിഞ്ഞ് ആദ്യത്തെ 500 അടി കഴിയുമ്പോൾ ടയർ അവർ തിരിച്ചകത്തേക്ക് മടക്കും. കാരണം അത് വെച്ചുകൊണ്ടുള്ള ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസവും മുകളിലേക്ക് ഉയരാനും സ്മൂത്തായ റണ്ണിങ്ങിനും ഒക്കെ പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മടക്കുക, ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് മാത്രം അത് വീണ്ടും ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്ലാൻ. പക്ഷേ അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ തന്നെ ഒരു സംശയം ചൂണ്ടിക്കാണിക്കുകയാണ്. അതിൻ്റെ എന്തോ സംഗതി പ്രവർത്തിക്കാതായിട്ടുണ്ടോ? മുകളിലേക്ക് ഉയരുമ്പോൾ ഇതിൻ്റെ ചിറകുകളിലുള്ള ഫ്ലാപ്സിൽ ചില മാറ്റങ്ങൾ അവർ വരുത്തും. കാരണം അതിൻ്റെ മുകളിലേക്ക് ഉയരുന്നതിനുള്ള ശക്തി കിട്ടുന്നതിന് അത് പ്രധാനമാണ്. അതും വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിച്ചിട്ടില്ല. മുകളിലേക്ക് ഉയരാൻ കഴിയാത്തതിൻ്റെ പ്രശ്നം എന്താണ്? ഒന്നുകിൽ ഏതെങ്കിലും പക്ഷി വന്നിടിച്ച് ഇതിൻ്റെ ഈ എഞ്ചിനകത്ത് കടന്നു പോയാൽ ഒരു എഞ്ചിൻ നിന്ന് പോകാം, മറ്റേ എഞ്ചിൻ വെച്ച് തന്നെ വിമാനം വേണമെങ്കിൽ കറക്കി കൊണ്ടുവന്ന് വീണ്ടും ഇവിടെ തന്നെ ലാൻഡ് ചെയ്യാം. ഇപ്പം മെയ്ഡേ മെസ്സേജ് കൊടുത്തല്ലോ, ഇവിടെ തന്നെ ഞങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ പെർമിഷൻ വേണമെന്നിട്ട് കൊണ്ടുവരാം. പക്ഷേ അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ എഞ്ചിന് പ്രവർത്തിച്ചില്ലേ? ഒരേ സമയം 2 എഞ്ചിനും ഓഫായി പോയോ? ഒരേ സമയം 2 എഞ്ചിനിലേക്കും പക്ഷി വന്ന് കയറാനും 2 എഞ്ചിനും ഓഫായി പോകാനുള്ള സാധ്യത തുലവും തുച്ഛമാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം, ഒറ്റയടിക്ക് ഇതിൻ്റെ സംവിധാനങ്ങൾ മുഴുവൻ നിന്നുപോയി. വൈദ്യുതി സംവിധാനങ്ങൾ ആകെ തകരാറിലായി പോയി എന്ന് പ്രഥമ ദൃഷ്ടിയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് പല ആൾക്കാരും. അപ്പോൾ വൈദ്യുതി സംവിധാനം എന്ന് വെച്ചാൽ എഞ്ചിനിൽ നിന്ന് വരുന്ന വൈദ്യുതി ഉണ്ട്. അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ വീണ്ടും ഒരു ഓൾട്ടർനേറ്റീവ് സംവിധാനമുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ വേറെ RAT എന്ന് വിളിക്കുന്ന വേറൊരു സംവിധാനമുണ്ട്. ചെറിയ ഒരു മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി താൽക്കാലത്തേക്ക് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനമുണ്ട്. ഇതടക്കം എല്ലാം പ്രവർത്തിപ്പിച്ചിട്ടും അതിൻ്റെ വൈദ്യുതി സംവിധാനങ്ങൾ പ്രോപ്പറാവാത്തത് കൊണ്ട് അതിന് മുകളിലേക്ക് വരാനുള്ള ത്രസ്റ്റ് കിട്ടുന്നില്ല. വിമാനം താഴേക്ക് ഇരുന്നു പോവുകയും വീണു പോയി തകരുകയും ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അതിന് സീരിയസ് ആയിട്ടുള്ള എന്തോ ഒരു ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തേത് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഈ പൈലറ്റ് എററാണ്. പൈലറ്റ് എന്തുകൊണ്ട് ഇത് പൊക്കാൻ മറന്നുപോയോ, അല്ലെങ്കിൽ ഈ ഫ്ലാപ്സ് മാനേജ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു പോയോ, അതുകൊണ്ടാണോ വിമാനത്തിന് വരാൻ കഴിയാതിരുന്നത്? അങ്ങനെ തോന്നുന്നില്ല. കാരണം ഇത് താഴെ നിന്ന് എടുക്കുമ്പോൾ തന്നെ പ്രശ്നം അനുഭവിച്ചിരുന്നു എന്നാണ്. അതായത് ഇതിൽ ടോട്ടൽ സിസ്റ്റത്തിൽ എവിടെയോ കാര്യമായ ഒരു പിശക് പറ്റി എന്ന് സംശയിക്കണം. കാരണം ഇതിൻ്റെ എല്ലാ ഓൾട്ടർനേറ്റീവ് സംവിധാനങ്ങളും പ്രവർത്തിക്കാതാകുമ്പോഴത് വീഴുക. അല്ലെങ്കിൽ ഇതിനെല്ലാം ഓൾട്ടർനേറ്റീവ് സംവിധാനമുണ്ട്. ഒരു എഞ്ചിന് പകരം 2 എഞ്ചിനുണ്ട്. വൈദ്യുതി ഒരിടത്ത് നിന്നാൽ വേറൊരു ഓപ്ഷൻ, അത് കഴിഞ്ഞാൽ അവസാനത്തെ ഓപ്ഷൻ. ഈ ഓപ്ഷനൊക്കെയും പ്രയോജനപ്പെടുത്താം. ഇതൊന്നുമില്ലാതെ ടോട്ടൽ ലോസിലേക്ക് പോകുന്ന എന്തോ ഒരു സംഗതി അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ആളുകൾ ബോയിങ്ങിൻ്റെ ടെക്നോളജിയെക്കുറിച്ച് സംസാരിക്കുന്നത്. അവിടെയാണ് ബോയിങ്ങിനകത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിച്ചിരുന്ന വിസിൽ ബ്ലോവർമാർ അവർ പുറത്തു കൊണ്ടുവന്ന വിവരങ്ങൾ, അതിനെ എങ്ങനെയാണ് ബോയിങ് കൈകാര്യം ചെയ്തിട്ടുള്ള പോലെയുള്ള പുതിയ വിവരങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന വിവരങ്ങൾ വീണ്ടും ഇപ്പോൾ ഫ്ലോട്ട് ചെയ്യുന്ന നമ്മൾ കാണുന്നത്. അതിലൊരാൾ, അദ്ദേഹം ബോയിങ്ങിന് സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ പെരുമാറിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ വൻകിട കോർപ്പറേറ്റ് യുദ്ധത്തിൻ്റെ ഭാഗമായി മറ്റ് വിമാന കമ്പനികളോട് മത്സരിക്കുന്നതിൻ്റെ ഭാഗമായും അധിക ലാഭം ഉണ്ടാക്കുന്നതിനും പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പല കാര്യങ്ങളിലും പല ഏരിയാസും ഒരു സ്കിപ്പ് ചെയ്തു പോകുമായിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ വിവരങ്ങളെല്ലാം പുറത്തുവിടുന്നതിൻ്റെ ഭാഗമായി സംസാരിച്ചാൽ, ജോൺ ബാർനറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ അവർ ടാർണിഷ് ചെയ്യുന്നു, അവരെ ഒതുക്കുന്നു, അവരെ അപ്രധാനമായ തസ്തികകളിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ അവരെ നിർബന്ധിതരാക്കുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഇദ്ദേഹവും ഇത് ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തെ അപ്രധാനമായ പദവിയിലേക്ക് മാറ്റി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇറങ്ങി പോകേണ്ടി വന്നു. എന്ന് വെച്ചാൽ ഇതിൻ്റെ
എന്താണ് എല്ലാവർക്കും ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന സംവിധാനം ഫെയിലിയർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഉണ്ടാക്കുന്ന പുതിയ മോഡൽ ബോയിങ് വിമാനങ്ങൾക്കകത്ത് ഒന്നുമല്ല, പാർട്സ് ജോയിൻ ചെയ്യുന്നതിനകത്ത് ഉപയോഗിക്കുന്ന മോശം ക്വാളിറ്റി ഉപകരണങ്ങൾ ഒരു ഫ്ലൈയിങ്ങിൻ്റെ പാതിയിൽ വെച്ച് അപകടം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇവയെല്ലാം പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ബോയിങ്ങിന് പുറത്തേക്ക് പോകേണ്ടി വന്നു. ഒരു ദിവസം അദ്ദേഹം ദുരൂഹമായ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ട് കണ്ടു. അദ്ദേഹത്തിൻ്റെ കുടുംബം ബോയിങ്ങിനാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള ആക്ഷേപം ഉന്നയിച്ചു. പക്ഷേ പോലീസ് അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചു എന്നാണ് കണ്ടെത്തിയത്. ഇപ്പോഴും ആക്ഷേപം അവിടെ നിൽക്കുകയാണ് അദ്ദേഹം ദുരൂഹമായി മരിച്ചതിനെക്കുറിച്ച്. പിന്നെയും പല വിസിൽ ബ്ലോവേഴ്സ് ഇതേപോലെയുള്ള ബോയിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അവയൊന്നും ബോയിങ് ആ നിലയ്ക്ക് അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ള ഗുരുതരമായ വിമർശനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ടോട്ടൽ ലോസിലേക്ക് എങ്ങനെ പോയെന്ന് ചോദിച്ചാൽ ടെക്നോളജി എററാണ് എന്നതിലേക്ക് സംശയിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട്. രണ്ടാമത്തേത്, ഇപ്പോൾ ടാറ്റയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഹിന്ദി ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പല കുറിയൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് നോട്ടീസുകൾ കൊടുത്തിട്ട് അത് പരിഗണിക്കപ്പെട്ടില്ലായിരുന്നു. ഇപ്പോൾ എയർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടാറ്റ എടുക്കുന്നതിന് മുമ്പും ഇപ്പോഴും എല്ലാം എയർ ഇന്ത്യയെക്കുറിച്ച് പല പരാതികളുണ്ട്. ഇന്നലെ ഈ ഫ്ലൈറ്റ് അപകടം ഉണ്ടായതിനു ശേഷം നമുക്ക് താഴെ പോയാൽ പ്രവാസികളായ ആളുകൾ മുഴുവൻ കമൻറ്റ് ചെയ്തിരിക്കുന്ന കാണാം, എയർ ഇന്ത്യ ഭയങ്കര മോശം സർവീസാണ്, ഒരു നിലയ്ക്കുള്ള സൗകര്യമില്ല. ഈ വിമാനം തന്നെ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിൽ വന്നിട്ട് അവിടെ നിന്നാണ് ഫ്ലൈ ചെയ്യുന്നത്. അതിൽ ആദ്യം വന്ന കക്ഷിയുണ്ടല്ലോ, ആ ആഭ്യന്തര സർവീസിൽ വന്ന സമയത്ത് അതിലുണ്ടായിരുന്ന ആളിലൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നൊരു വീഡിയോ എടുത്ത് അയാളുടെ ട്വിറ്ററിൽ എക്സിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്ന സംഗതി സമ്പൂർണ്ണമായും പരാജയമാണെന്നുള്ള ആക്ഷേപം ഒരു വശത്ത് നിൽക്കുന്നു. പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഈ സംവിധാനങ്ങൾ പരാജയമാണ്. ലോകത്ത് പലയിടത്തും തന്നെ പല ഏജൻസികൾ ഈ വിമാന സർവീസുകളുമായി ബന്ധപ്പെട്ട റേറ്റിംഗുകൾ പുറത്തുവിടുമ്പോൾ ഇന്ത്യയിലെ വിമാന സർവീസുകൾ പലതും എയർ ഇന്ത്യ, ഇൻഡിഗോ പല സർവീസുകളെ സംബന്ധിച്ചും റേറ്റിംഗിൽ പിന്നിലാണ്. പല കാരണങ്ങളുണ്ട്. അത് പല ഏജൻസികൾ പല കണക്കുകളും പല വിവരങ്ങളാണ് പുറത്തുവിടുന്നത്. അപ്പോൾ അതുകൊണ്ട് മെയിൻ്റനൻസ് ഇഷ്യൂ ആണെന്നുള്ള സംശയം ഒരു വശത്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും പല ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ അഹമ്മദാബാദ് എയർപോർട്ട് എന്ന് വെച്ചാൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടിലൊന്നാണ്. സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ട്, അവിടെ രാജ്യത്തെ 8 പ്രധാനപ്പെട്ട തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നാണ്. ഈ ബേർഡ് ഹിറ്റിങ്ങിൻ്റെ സംശയം അവിടെ ഉണ്ട്. അത് വെരിഫൈഡ് അല്ല, ഇപ്പോഴും അന്തിമമായിട്ട് അതിൻ്റെ വിവരങ്ങളൊന്നും വന്നിട്ടില്ല. അവിടെ നമ്മളിപ്പോൾ ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റുന്നത് കഴിഞ്ഞ ഒരു 6-7 വർഷത്തിലേക്ക് ബേർഡ് ഹിറ്റിങ്ങുമായി ബന്ധപ്പെട്ട അപകട സാഹചര്യങ്ങൾ അവിടെ 30 തവണയെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന്. അത്രയും കൂടുതൽ ബേർഡ് ഹിറ്റിംഗ് സാധ്യതയുള്ള എയർപോർട്ടാണ്. അപ്പോൾ അവിടെ ഈ അപകടങ്ങളുടെ സാധ്യതയുണ്ട്. അത് പരിഹരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടാറ്റയ്ക്കെതിരെ വരുന്ന എയർ ഇന്ത്യക്കെതിരെ വരുന്ന ഈ ആരോപണങ്ങൾ, മെയിൻ്റനൻസ് പ്രോപ്പറല്ല എന്നുള്ള ആരോപണം, ബോയിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങൾ. അപ്പോൾ ഈ അപകടം അവിചാരിതമായി ഉണ്ടായതും മനുഷ്യൻ്റെ കൈകൾക്കുള്ളിൽ നിൽക്കാത്ത ഒന്നായി മാറിയെന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. നമ്മൾ നമ്മുടെ പ്രിക്കോഷൻസ് എല്ലാം എടുത്തോ, നമ്മൾ പിഴവുകളില്ലാത്ത ടെക്നോളജി അപ്ലൈ ചെയ്തിട്ടുണ്ടോ, നമ്മൾ നിരന്തരമായി ചെയ്യേണ്ട മെയിൻ്റനൻസ് എല്ലാം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉയർന്നു വരുന്നുണ്ട്. അത് സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിപ്പോൾ ആരായാലും, അത് ബോയിങ് ആണോ ടാറ്റയാണോ ആരാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് കണ്ടെത്തണം. അത് മറച്ചു വയ്ക്കാതെയുള്ള അന്വേഷണം നടക്കട്ടെ. അന്വേഷണം ആ നിലയ്ക്ക് തന്നെ നടക്കുമെന്ന് വിചാരിക്കാം. കാരണം ഫോറിൻ പൗരന്മാരെല്ലാം അതിനകത്തുണ്ട്. അവരെല്ലാം ഈ അന്വേഷണത്തോട് അസിസ്റ്റ് ചെയ്യാമെന്നോ സഹകരിക്കാമെന്നോ ഒക്കെയുള്ള വാഗ്ദാനമായിട്ട് വന്നിട്ടുണ്ട്. അവരത് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. കാലം കൂടുതൽ ആധുനികമായിക്കൊണ്ടിരിക്കുക, ഇത്തരം അപകടങ്ങൾ പരമാവധി കുറയ്ക്കുകയാണ് വേണ്ടത്. ലോകത്ത് തന്നെ ഏറ്റവും അപകടം സാധ്യത കുറഞ്ഞ യാത്രാ മേഖല വിമാന സർവീസാണ്. ബാക്കി എല്ലാത്തിനെ വെച്ച് നോക്കിയാലും ഇപ്പോഴും ഏറ്റവും കുറവ് അപകടം വിമാനങ്ങളുടെ കാര്യത്തിലാണ്. പക്ഷേ വിമാനത്തിൻ്റെ കാര്യത്തിൽ അപകടം ഉണ്ടായിപ്പോയാൽ അത് മാരകമായിരിക്കുകയും ചെയ്യും. കാരണം അത് നമ്മളൊരു പൈപ്പ് ഒരു സംഗതിക്കകത്താണല്ലോ യാത്ര ചെയ്യുക. ആകെ 2 ഡോറുകൾ മാത്രമേ ഉള്ളൂ. ബെൽറ്റ് ഉണ്ടായിരിക്കും പലപ്പോഴും. വീണാൽ ഇപ്പുറത്ത് ഇന്ധനം എന്തുമാത്രം ഉണ്ടോ അതിനനുസരിച്ച് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് അത് ഉണ്ടാക്കുന്ന അപകടം എപ്പോഴൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇടയ്ക്കൊന്നും നദിയിലൊക്കെ ഇറങ്ങിയപ്പോൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായ്പ്പോഴും മാരകമായ ദുരന്തങ്ങളായത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടുതൽ സേഫ്റ്റിയുടെ കാര്യത്തിലായാലും മറ്റ് എന്താ പറയുക, അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലായാലും ടെക്നോളജിയുടെ കാര്യത്തിലായാലും എല്ലാം കൂടുതൽ ഒരു പഠനവും ഇൻവെസ്റ്റിഗേഷനും എല്ലാം ആവശ്യമുണ്ട്. ആരാണതിൻ്റെ ഉത്തരവാദികളായവരെ ഫിക്സ് ചെയ്യാൻ കഴിയുമോ സർക്കാരിന് കൃത്യമായി എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ജഡ്ജിയറായിട്ടുള്ളതായാലും നമ്മൾ വായിക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു അഭിപ്രായം ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ.